പണ്ട് ഒരാള് പുരഞ്ജനൻ എന്ന് പേരായിട്ട് ഒരാള് വീട് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അങ്ങനെ അദ്ദേഹം നടന്ന് കുറേ ദിക്കുകളിൽ നോക്കിയിട്ട് അദ്ദേഹം ഹിമാലയത്തിൻ്റെ പാർശ്വത്തിൽ 7 ഗോപുരങ്ങളോട് കൂടിയിട്ടുള്ള അതിസുന്ദരമായ ഒരു കൊട്ടാരം കണ്ടു. ആ കൊട്ടാരത്തിനെ ഭാഗവതം അതിലെ ഉദ്യാനങ്ങളെക്കുറിച്ചും അതിൻ്റെ മറ്റ് സൗകര്യങ്ങളെക്കുറിച്ചൊക്കെ വിസ്തരിക്കുന്നുണ്ട്. എന്തായാലും അതിമനോഹരമായ സുന്ദരമായ 9 ദ്വാരങ്ങളോട് കൂടിയിട്ടുള്ള നവദ്വാരങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കൊട്ടാരം കണ്ടു. അപ്പൊ ഇദ്ദേഹത്തിന് തരക്കേടില്ല, തനിക്ക് താമസിക്കാൻ പറ്റിയ ഒരു വീടാണല്ലോ എന്ന് കരുതിയിട്ട് എന്ത് ചെയ്തു എന്നാണെങ്കിൽ അദ്ദേഹം ആ കൊട്ടാരത്തിൻ്റെ അടുത്തേക്ക് പോയി. അപ്പൊ ആ കൊട്ടാരത്തിൽ അതിൻ്റെ സമീപത്ത് അതീവ സുന്ദരിയായ ഒരു സ്ത്രീയെ കണ്ടു, പുരഞ്ജൻ. അപ്പൊ പതുക്കെ ആ കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പം മാത്രമല്ല, ആ സുന്ദരിയെ സംരക്ഷിച്ചുകൊണ്ട് 5 തലയുള്ള പാമ്പുണ്ടായിരുന്നു. 10 ദാസന്മാരും 10 ദാസികളും. ഇങ്ങനെ അനേകം മറ്റ് പരിചാരകന്മാരും ഒക്കെ ആയിട്ട് ഈ സുന്ദരി അങ്ങനെ അവിടെ കഴിയുന്നുണ്ടായിരുന്നു. അപ്പൊ ഈ പുരഞ്ജനന് അവളെ ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോൾ. അങ്ങനെ പുരഞ്ജനൻ ചോദിച്ചു, നീ ആരാണ്? അതിഗംഭീരമായിട്ട് അതിൽ വിസ്തരിക്കുന്നുണ്ട്. നീ ആരാണ്? ശിവനെ അന്വേഷിക്കുന്ന പാർവതിയാണോ, അതാണോ, ഇതാണോ എന്നൊക്കെ കുറിച്ച് ചോദിച്ചപ്പം അവള് പറഞ്ഞു, എൻ്റെ പേര് പുരഞ്ജനി എന്നാണ്. അപ്പൊ പുരഞ്ജനൻ നോക്കണം, നമ്മളൊക്കെ പെണ്ണ് അന്വേഷിക്കുമ്പോൾ ചിലപ്പം നമ്മുടെ പേരിനനുസരിച്ചുള്ളവരെ കിട്ടും, ഒരു വലിയ ഭാഗ്യം എന്ന് പറയാറുണ്ട്. ചിലർക്ക് അങ്ങനെ ഒത്തുവരും. കൃഷ്ണൻ എന്നാണ് പേര്, വന്നപ്പോഴോ എല്ലാം കൊണ്ടും രാധ എന്നാണ് അവളുടെ പേര്. രാധാകൃഷ്ണൻ പോരെ. ഇങ്ങനെ പല പല പേരുകളൊക്കെ നമുക്ക് ഒത്തുവരുന്നത് പോലെ ഇത് അതിലും ഗംഭീരാണ്. പുരഞ്ജനന് പുരഞ്ജനി. അപ്പോ അവര് പറഞ്ഞു, എൻ്റെ പേര് പുരഞ്ജനിയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്നെക്കുറിച്ച് അറിയില്ല. എൻ്റെ അച്ഛനാര്, എൻ്റെ അമ്മയാര് ഒന്നും അറിയില്ല. ഞാൻ ഈ വീട്ടിൽ, ഈ കൊട്ടാരത്തിൽ താമസിക്കുന്നു എന്നേ ഉള്ളൂ. പിന്നെ ഇതെൻ്റെ പരിചാരകന്മാരും സംരക്ഷകരും ഒക്കെയാണ് എന്ന് അവൾ പറഞ്ഞപ്പോൾ അവൾ ഓഫർ ചെയ്തു. അപ്പോഴേക്കും പുരഞ്ജനന് വലിയ സന്തോഷമായി. പുരഞ്ജനൻ തീരുമാനിച്ചു, ഇവള് തന്നെ എനിക്ക് എന്തുകൊണ്ടും 10-ൽ 10 അവര് തമ്മിൽ. അങ്ങനെ പുരഞ്ജനോട് പറഞ്ഞു, അങ്ങേ ഞാൻ എല്ലാ സന്തോഷങ്ങളും അങ്ങേക്ക് നൽകി. ഇവിടെ നമുക്ക് സുഖമായിട്ട് കഴിയാന്ന് പറഞ്ഞു. അവിടെ കേമാണ്. കാരണം മറ്റുള്ള ആർക്കും തന്നെ അനുഭവിക്കാൻ പറ്റാത്ത ഭോഗങ്ങളെ അങ്ങേക്ക് ഞാൻ അനുഭവിപ്പിച്ച് തരാം. അങ്ങനെ ആനന്ദത്തോടു കൂടിയിട്ട് നമുക്ക് ഇവിടെ ജീവിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ പുരഞ്ജനിയോടൊത്ത് അവർ തമ്മിൽ വിവാഹം കഴിച്ചു. എങ്ങനെയാന്ന് പറഞ്ഞാൽ, പുരഞ്ജനി
എന്താണോ ചെയ്യുന്നത് അത് തന്നെ പുരഞ്ജനൻ ചെയ്യും. പുരഞ്ജനി ഇരുന്നാൽ പുരഞ്ജനൻ ഇരിക്കും. പുരഞ്ജനൻ ചിരിച്ചാൽ പുരഞ്ജനി ചിരിക്കും. എഴുതിയ പാട്ടൊന്നും ഇവരെ സംബന്ധിച്ച് ശരിയല്ല. ചിരിക്കുമ്പോ ഇവരെ സംബന്ധിച്ച് കരയുമ്പോഴും ഉണ്ട് എന്ന് പറയാം. ചിരിക്കുമ്പോൾ മാത്രമല്ല, നടക്കുമ്പം, കിടക്കുമ്പോൾ, കരയുമ്പോൾ, എല്ലാ സമയത്തും പുരഞ്ജനി എന്ത് ചെയ്തോ പുരഞ്ജൻ അത് ചെയ്യും. അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ വേണമെന്ന് പറയാം. അങ്ങനെ അവർക്ക് കുട്ടികളുണ്ടായി, ധാരാളം മക്കൾ, പുത്രന്മാരും പുത്രികളും ഒക്കെ ആയിട്ട്. അവരെ വിവാഹം കഴിച്ചു കൊടുത്തു. അവരെയും വിവാഹം കഴിച്ചു, അവരും വിവാഹം കഴിച്ചു. ഇതിൻ്റെ ഇടയിൽ ഈ സന്തതി പരമ്പരകളൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് ഇടയിൽ ഒരു ദിവസം പുരഞ്ജനൻ, അപ്പൊ ഈ പുരഞ്ജന് കഥ പറയുമ്പോൾ പറയുന്നത്, പുരഞ്ജനൊരു അവിജ്ഞാതൻ എന്ന് പറഞ്ഞിട്ടൊരു സുഹൃത്തുണ്ട്. പുരഞ്ജൻ അവിജ്ഞാതൻ. വാസ്തവത്തിൽ ഈ സുഹൃത്തിന്റെ ജോലി എന്താണ് എന്നോ ഈ അവിജ്ഞാതൻ എന്ന സുഹൃത്ത് എവിടെയാണ് എന്നോ ഒന്നും കൃത്യമായിട്ട് പുരഞ്ജന് അറിയില്ല. പക്ഷെ പുരഞ്ജനൊരു സുഹൃത്തുണ്ട്, അവിജ്ഞാതൻ. പിന്നെയാണ് കഥ പറയുമ്പോൾ പുരഞ്ജനിയെ കുറിച്ച് പറയുന്നത്. അങ്ങനെ ഒരു ദിവസം പുരഞ്ജനൻ വിഷൂജി എന്ന സുഹൃത്തിനോടൊപ്പം ഒരു നായാട്ടിന് പോയി. കാട്ടില് ആരോട്? പുരഞ്ജനിയോട് പറയാതെ. നായാട്ടൊക്കെ കഴിഞ്ഞ് പുരഞ്ജനൻ വന്നപ്പം പുരഞ്ജനിയെ കാണുന്നില്ല. തോഴിമാരോട് ചോദിച്ചു, എവിടെ പോയി? അപ്പോൾ ഉണ്ട് പുരഞ്ജനി ദുഃഖിച്ച് അങ്ങനെ താഴെ കിടക്കുകയാണ്. ഇങ്ങനെ പറയാതെ പോയതിലുള്ള വിഷമം. പിന്നെ പുരഞ്ജനൻ ക്ഷമാപണമൊക്കെ നടത്തി, അവർ നന്നായി. അങ്ങനെ പുത്രന്മാരും പുത്രികളും ഒക്കെ ആയിട്ട് അങ്ങനെ കഴിഞ്ഞു. ഒരു ദിവസം ചണ്ഡവേഗൻ എന്ന് പറഞ്ഞ രാജാവ് പുരഞ്ജനുമായിട്ട് യുദ്ധത്തിന് വന്നു. യുദ്ധം എന്ന് പറഞ്ഞാൽ പുരഞ്ജനൻ പിടിച്ചു നിൽക്കുമ്പോഴേക്കും വീണ്ടും എന്തൊക്കെ കോട്ടകളൊക്കെ ഇടിയാൻ തുടങ്ങി. കോട്ടകളൊക്കെ കെട്ടി വരുമ്പോഴേക്കും വീണ്ടും ചണ്ഡവേഗൻ വന്ന് ആക്രമിക്കും. അതിൻ്റെ ഇടയിൽ ഒരു കാലകന്യക എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ, വിരൂപിയായിട്ടുള്ളവള്, അവൾക്ക് അവളുടെ വിവാഹം നടന്നിട്ടില്ല. അപ്പൊ അവളാണെങ്കിലോ അവളെ ആരും വിവാഹം കഴിക്കുന്നുമില്ല, വിരൂപിയാണ്. അങ്ങനെ നാരദർ പറഞ്ഞു, ഇനി ആരോട് ചോദിക്കാൻ നിൽക്കണ്ട, കാണുമ്പം അവരുടെ കഴുത്തിലേക്ക് മാല ഇട്ടുകൊള്ളുക. അങ്ങനെ ഇവള് മാലയും എടുത്ത് നടക്കുക. ഈ ചണ്ഡവേഗന്റെ ആക്രമണവും ഒക്കെ കൂടെ നടക്കുമ്പോഴാണ് അവൾ ഇങ്ങോരുടെ കഴുത്തിൽ മാലയും കൂടെ ഇട്ടു. എല്ലാം കൂടെയായിട്ട് ചുരുക്കി പറഞ്ഞാൽ ഈ എതിർക്കാനും ഒക്കെ അതിൻ്റെ ഇടയിൽ പുരഞ്ജനി ഇറങ്ങിപ്പോയി. പുരഞ്ജനൻ ദാരുണമായി മരണപ്പെട്ടു. ഈ കഥ നാരദര് പ്രാചീന ബർഹിഷിസിന് പറഞ്ഞു കൊടുത്തു. അപ്പം ബർഹിഷിസ് പറഞ്ഞു, നാരദരെ, ഭഗവാന് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. എന്തിനാ ഇപ്പം അങ്ങ് ഇങ്ങനെയൊരു കഥ എന്നോട് പറഞ്ഞത്? നമ്മളെപ്പോലെ. അപ്പൊ ഭാഗവതത്തിലെ കഥകൾ എല്ലാം തന്നെ ഇങ്ങനെ ഈ പ്രകാരത്തിൽ തത്വചിന്ത ചെയ്യപ്പെടേണ്ടതാണ് എന്ന് വ്യാസഭഗവാൻ തന്നെ അവിടെ നമുക്ക് കാണിച്ചു തരും. അപ്പോൾ നാരദര് ബർഹിഷിസിന് അതിൻ്റെ തത്വം പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഭാഗവതത്തിലുള്ളതാണ്. ബർഹിഷിസിനോട് പറഞ്ഞു, ബർഹിഷിസെ, പുരഞ്ജനൻ എന്ന് പറഞ്ഞാൽ പുരങ്ങളെ ജനിപ്പിക്കുന്ന ജീവൻ തന്നെയാകും പുരഞ്ജനൻ. ഭാഗവതത്തിൽ ഓരോ ശബ്ദങ്ങൾക്കും അനുസൃതമായിട്ട് അതേ കാര്യങ്ങൾ ചെയ്യുന്ന മറ്റു പലരും ഉണ്ട്. അപ്പൊ പുരഞ്ജനൻ എന്ന് പറഞ്ഞാൽ ഈ പുരത്തെ ജനിപ്പിക്കുന്നവനാണ് പുരഞ്ജനൻ.
ജീവനാണ്. അപ്പൊ ആ പുരഞ്ജനി എന്ന് പറയുന്നത്, പിന്നെ പറയുന്നു പുരഞ്ജനൻ ഗൃഹം നോക്കി, അങ്ങനെ പലയിടത്ത് പോയി എവിടെ താമസിക്കുമെന്ന്. അപ്പോഴാണ് ഹിമാലയ പാർശ്വത്തിൽ ഭാരതം ഇവിടെ 9 ദ്വാരങ്ങളുള്ള വലിയ ഗോപുരം, 5 ദ്വാരങ്ങൾ, 5 ഗോപുരങ്ങൾ കിഴക്കോട്ടും 2 ഗോപുരങ്ങൾ പടിഞ്ഞാറോട്ടുമാണ്. അങ്ങനെയുള്ള ഗോപുരമായിരുന്നു. അവിടെയാണ് സുന്ദരിയായിട്ടുള്ളൊരു യുവതി 10 ദാസന്മാരോടും ദാസികളോടും കൂടി 5 തലയുള്ള പാമ്പിനോട് കൂടിയിട്ട് അവിടെ കണ്ടത്. അവളെയാണ് പുരഞ്ജനൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞത്. അപ്പൊ പുരത്തെ ജനിപ്പിക്കുന്ന ജീവൻ തന്നെയാണ് പുരഞ്ജനൻ. ആ ഹിമാലയ പാർശ്വത്തിൽ കണ്ട ഗോപുരം എന്ന് പറഞ്ഞത്, 9 ദ്വാരങ്ങളുള്ള ഗോപുരം എന്ന് പറഞ്ഞത് 9 ദ്വാരങ്ങളുള്ള മനുഷ്യ ശരീരം തന്നെയാണ്. അതിൽ പുരഞ്ജനി എന്ന് പറഞ്ഞത് ഞാനെന്നും എൻ്റേതെന്നും അഭിമാനിക്കുന്ന ബുദ്ധിയാകും. ബുദ്ധി എന്ന് പറഞ്ഞാൽ ഞാനെന്നും എൻ്റേതെന്നും. അപ്പൊ ഞാൻ ചിരിക്കുമ്പോൾ, പുരഞ്ജനി ചിരിക്കുമ്പം പുരഞ്ജനൻ ചിരിക്കും, പുരഞ്ജനി കരയുമ്പം പുരഞ്ജനൻ കരയും. ഇതാണ് ആ 10 ദാസന്മാരും ദാസികളും എന്ന് പറഞ്ഞത് 10 ഇന്ദ്രിയങ്ങളാണ്. 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും. അത് കർമ്മേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയ വിഷയങ്ങളും, എടുക്കുക, നടക്കുക, കൊടുക്കുക, സംസാരിക്കുക ഇത്യാദി കർമ്മേന്ദ്രിയങ്ങളുടെ വിഷയങ്ങളും, കാണുക, കേൾക്കുക, രുചിക്കുക, സ്പർശിക്കുക, ഘ്രാണിക്കുക, ഇതൊക്കെ ദാസിമാരാണ് ഇവർ. അപ്പൊ 5 തലയുള്ള പാമ്പോ 5 പ്രാണന്റെ വൃത്തികളാണ്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ. ഇങ്ങനെ പഞ്ചപ്രാണവൃത്തികളാകുന്ന 5 തലയോടുകൂടിയ പാമ്പ്, 10 ദാസന്മാരും 10 ദാസികളും. ദാസന്മാർ ഇന്ദ്രിയങ്ങൾ, ദാസികൾ ഇന്ദ്രിയ വൃത്തികൾ. കാണുക, കേൾക്കുക, രുചിക്കുക, സ്പർശിക്കുക, ഘ്രാണിക്കുക, എടുക്കുക, കൊടുക്കുക, നടക്കുക, വിസർജനാദി പ്രക്രിയകൾ, സംസാരിക്കുക. ഇതാണ്. എന്നിട്ട് അതിലെ ഓരോരോ തത്വങ്ങളെ പറയുകയാണ്. അപ്പോൾ ഒരു ദിവസം, പിന്നെ മാത്രമല്ല അതിൻ്റെ ഇടയിൽ പറയുന്ന വേറെ അതിസുന്ദരമായിട്ടുള്ള ഒരു ഇതുണ്ട്. അതായത് ഈ പുരഞ്ജനൻ ഈ 9 ദ്വാരങ്ങളിലൂടെ ഓരോരോ ദ്വാരപാലകന്മാരോടൊപ്പം പുരഞ്ജനൻ ഓരോ ദ്വാരത്തിലൂടെ കടന്നു കഴിഞ്ഞാൽ ഓരോ വലിയ ദേശങ്ങളിലേക്ക് പ്രവേശിക്കും. ആ ദേശത്തിൽ ഗ്രാമം, ആ ദ്വാരമുഖ്യന്മാരോടൊപ്പം, ദ്വാരപാലകരോടൊപ്പം പുരഞ്ജനൻ ആ ലോകങ്ങളിൽ വ്യാപരിച്ചു. അങ്ങനെ 9 ദ്വാരങ്ങളിലും ദ്വാരപാലകന്മാരുണ്ടായിരുന്നു. ഈ ദ്വാരപാലകന്മാര് വൈവിധ്യങ്ങളായ ലോകങ്ങളിലേക്ക് പുരഞ്ജനനെ കൊണ്ടുപോയി. ഈ പുരഞ്ജനി പറഞ്ഞിരുന്നല്ലോ, പല അനുഭവങ്ങളും ഞാൻ അനുഭവിപ്പിച്ച് തരാമെന്ന്. അതുപോലെ അനുഭവങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിനെ മുഴുവൻ ബർഹിഷിസിനോട് നാരദര് തത്വചിന്തയായിട്ട് പറയുകയാണ്. അപ്പൊ പുരത്തെ ജനിപ്പിക്കുന്നവൻ പുരഞ്ജനൻ. ഈ പുരഞ്ജനന് സമാനമായിട്ടുള്ളതാണ്. നിങ്ങൾ നന്നായി ശ്രദ്ധിക്കേണ്ടുന്നതാണ് കേട്ടോ. കാരണം ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, വണ്ടി കൃത്യ 7-ാം തീയതിക്ക് ആ സ്ഥലത്ത് എത്തണമല്ലോ. അപ്പം ചിലയിടത്ത് നമ്മൾ തത്വം ചിന്ത ചെയ്യേണ്ടത് നന്നായിട്ട് പറഞ്ഞ് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരും. ഊന്നൽ നൽകേണ്ടടുത്ത് നമുക്ക് ശ്ലോകങ്ങളിൽ കാണാം. അതുകൊണ്ടാണ് പറയുന്നത്, അത് നോക്കിയാൽ മതി. അപ്പൊ പുരഞ്ജനന് സമാനമായിട്ടുള്ള ഒരാളുണ്ട്, പുരത്തെ ജനിപ്പിക്കുന്നവനെ പോലെ. ആ ആളാണ് ശിശുപാലൻ. ശിശുപാലൻ എന്ന് പറഞ്ഞാൽ സന്താനങ്ങൾക്ക് ജന്മം നൽകുന്നവനാ, ശിശുക്കളെ പാലിക്കുന്നവനാ, ശിശുക്കളെ സൃഷ്ടിക്കുന്നവനാ. അതാണ് രുക്മിണി പറഞ്ഞത്, എനിക്ക് അത്തരക്കാരനെ വേണ്ട എന്ന് പറഞ്ഞു. കേവലം ശിശുക്കൾക്ക് ജന്മം നൽകുന്നവൻ്റെ കൂടെ ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. അതല്ല എൻ്റെ ഉദ്ദേശം. അത് കൃഷ്ണനുമായിട്ട് രുക്മിണി ചെറിയ സൗന്ദര്യപ്പിണക്കം ഉണ്ടാവുന്ന സമയത്ത് ആരാണ് രുക്മിണി, ആരാണ് കൃഷ്ണൻ, നമ്മളത് ചിന്ത ചെയ്യുന്നതാണ്, തത്വചിന്ത. അതിൽ പ്രകടമായിട്ട് ആ തത്വം കാണില്ല, പക്ഷെ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം. ഇവിടെ തത്വം പ്രകടമാണ്, ശ്ലോക രൂപത്തിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് സ്വാമി അതിൽ കൂടുതൽ
ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ പുരഞ്ജനൻ പുരത്തെ ജനിപ്പിക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. നാം വിവാഹം ചെയ്തിരിക്കുന്നതാണ് പുരഞ്ജനി എന്ന് പറയുന്ന അഹമേഷ മമ ഏതേ എന്ന് പറയുന്ന ബുദ്ധി. ആ പുരഞ്ജനിയോടൊത്ത് ജീവിച്ചു എന്ന് പറയുന്നത് മനുഷ്യ ശരീരത്തിൽ നമ്മൾ വസിച്ചതാണ്. അതിൽ അവിജ്ഞാതൻ എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ടായിരുന്നു പുരഞ്ജന്. ആരെ ഈ അവിജ്ഞാതൻ? ഭഗവാൻ തന്നെ. ഈ അവിജ്ഞാതൻ എന്ന് പറയുന്ന ഭഗവാനാണ് ഏറ്റവും അവസാനം പുരഞ്ജനൻ ദുരിതം അനുഭവിക്കുന്ന സമയത്ത് ശ്രേയസിന്റെ മാർഗത്തെ പറഞ്ഞു കൊടുക്കുന്നത്. വളരെ കേമായിട്ടുള്ളൊരു ഇതാണ്. അങ്ങനെ പുരഞ്ജനൻ ഇതാവും. അപ്പൊ അവിജ്ഞാതൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാൻ തന്നെയായിരുന്നു. അത് 9 ദ്വാരങ്ങളുള്ള കൊട്ടാരം എന്ന് പറഞ്ഞാൽ കിഴക്കോട്ട് 5 ദ്വാരങ്ങളും കിഴക്കോട്ട് 5 വടക്കും തെക്കുമായിട്ട് 2 കവാടങ്ങളും പടിഞ്ഞാറേക്ക് 2. ഇതാണ് അതിൻ്റെ കണക്ക് പറഞ്ഞത്. അപ്പൊ കിഴക്കേക്ക് എന്ന് പറയുന്നത് 2 കണ്ണിൻ്റെ 2 ദ്വാരങ്ങളും മൂക്കിൻ്റെ 2 ദ്വാരങ്ങളും വായയുമാണ് ഇങ്ങനെ കിഴക്കോട്ടുള്ളത്. പിന്നെ വടക്കും തെക്കുമായിട്ടുള്ളത് ചെവിയുടെ 2 ദ്വാരങ്ങളാണ്. പിന്നെ പടിഞ്ഞാറുള്ളത് താഴേക്കുള്ള ഗോപുരങ്ങളാണ്. ശരിക്കും പറഞ്ഞാൽ ക്ഷേത്ര നിർമ്മാണം ഇത്തരത്തിൽ എവിടെയോ ഒരു ക്ഷേത്ര നിർമ്മാണം നടത്തിയിട്ടുണ്ട്. 9 കവാടങ്ങൾ ഈ സങ്കല്പത്തിൽ. ശ്രീലങ്കയിലോ അവിടെ എവിടെയോ ആണ്. നമ്മളോടൊരാൾ പറയുക ഈ ഒരു കൺസെപ്റ്റിൽ അതൊരു വലിയൊരു സംഭവമാണത്. ശരിക്കും പറഞ്ഞാൽ ആ ശരീരമാണല്ലോ. അതാണ് അതിലെ അവിടെയാണ് ഓരോ വിധത്തിൽ രൂപകൽപ്പന ചെയ്തിരിക്കുക. അതിനെ വളരെ നന്നായിട്ട് പറയുന്നു. അപ്പൊ ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങൾ, പ്രാണൻ, എന്താ പറയുക, ദാസന്മാരും ദാസികളും ആയിട്ടുള്ളവർ. പിന്നെ സൈന്യത്തോടൊപ്പമാണ് ഇയാൾ. വലിയൊരു സൈന്യത്തോടൊപ്പം വിഷൂജിയുടെ കൂടെ നായാട്ടിന് പോയി എന്ന് പറഞ്ഞു. എന്തായിരുന്നു സൈന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് തന്നെയാണ്. വിഷൂജി എന്ന് പറഞ്ഞാൽ മനസ്സ് ഈ വിഷയങ്ങൾ, അനേക വിഷയങ്ങളിൽ വ്യാപരിച്ച ആ മനസ്സ്, വിഷയങ്ങളിൽ നിന്ന് രൂപപ്പെട്ടിട്ടുള്ള ഒരു മനസ്സ് നിദ്രയിൽ ഒരു ലോകത്തിലേക്ക് പോയതാണ്. സ്വപ്നത്തിലേക്ക്. ആ സ്വപ്നമായിരുന്നു നായാട്ട്. അവിടെ പുരഞ്ജനിയെ കൂടെ കൊണ്ടുപോയില്ല എന്ന് പറയും. അതുകൊണ്ട് സ്വപ്നത്തിലുണ്ടായിരുന്ന പരിഭ്രമമായിരുന്നു പുരഞ്ജനിക്കുണ്ടായ സങ്കടവും അതും ഇതുമൊക്കെ. പിന്നെ അത് ജാഗ്രതത്തിലേക്ക് ഉണർന്ന് ആ ജാഗ്രതത്തിൻ്റെയും സ്വപ്നത്തിൻ്റെയും ഇടയിലുള്ളത് പോലും ഈ ഭാഗവതത്തിൽ ചിന്തയാണത്. അവരോടൊക്കെ ചോദിക്കുന്നതൊക്കെ ആയിട്ട് ഇതെല്ലാം നാരദർ ബർഹിഷിസിന് പറഞ്ഞു കൊടുക്കുക. കഥയായിട്ട് എന്തു പറഞ്ഞോ അതിൻ്റെ എല്ലാം തത്വം വിസ്തരിച്ചിട്ട്. പിന്നെ ഈ ഗോപുരങ്ങളെ കുറിച്ച് പറഞ്ഞു. ആ ഓരോരോ ഗോപുരത്തിൽ നല്ല നല്ല പേരുകളുണ്ട്. എന്താണ്? ഗദ്യോതം ആവിർമുഖി എന്നാണ് ഈ കണ്ണിന്റെ ഗോപുരത്തിന്റെ പേര്. ആ ഗദ്യോതം ആവിർമുഖി എന്നുള്ള ഗോപുരത്തില് ദ്യുമാൻ എന്ന് പറഞ്ഞ പാലകൻ ഇവനെ വിഭ്രാജദേശത്തിലേക്ക് കൊണ്ടുപോയി. എന്താ വിഭ്രാജദേശത്തില്? അവിടെ പറയുന്നുണ്ട്, വിഭ്രാജദേശത്തിൽ കൊണ്ടുപോയിട്ട് പുരഞ്ജന് അനേകം കാഴ്ചകൾ കാണിച്ചു കൊടുത്തു. പുരഞ്ജൻ ഈ കാഴ്ചകളൊക്കെ കണ്ട് അത്ഭുതപ്പെട്ടു. അത് ഗംഭീര വർണ്ണനയാണ്. നമുക്ക് ഈ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, കുട്ടികൾക്ക് എളുപ്പത്തിൽ ഈശ്വരനെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മളെ ദ്യുമാൻ കൊണ്ടുപോവുകയാണ്. എന്താണ്? കാഴ്ചകളുടെ ലോകത്തിലേക്ക്. ആ ലോകത്തിന്റെ പേരാണ് വിഭ്രാജദേശം. പിന്നെ നളിനി നാളിനി ഇങ്ങനെയുള്ള 2 ഗോപുരങ്ങളിലൂടെ. ഏതാ നളിനി നാളിനി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂക്ക്, നാസിക, അത് തന്നെ നളിനി നാളിനി. സൗരഭം എന്ന് പറഞ്ഞിട്ടുള്ള ദേശത്തിലേക്ക് അത് പോയി. സൗരഭം എന്ന് പറഞ്ഞാൽ സുഗന്ധം. അങ്ങനെ വൈവിധ്യങ്ങളായിട്ടുള്ള ഗന്ധങ്ങളുടെ ലോകത്തിലേക്ക് ഈ പുരഞ്ജനൻ ഈ നളിനി നാളിനിയിലേക്കും ഇറങ്ങിയിട്ട് ആ ലോകങ്ങളിൽ അങ്ങനെ വ്യാപരിച്ചു. ഗന്ധത്തിന്റെ ലോകം. പിന്നെ മുഖ്യ എന്ന് പറഞ്ഞ ഗോപുരമുണ്ട്. അതാണ് അത്ര മുഖ്യ ഗോപുരം, മെയിൻ കവാടം. ആ കവാടത്തിലേക്ക് പോയിട്ട് അവിടെ വിപണനായിരുന്നു. വിപണൻ കൊണ്ടുപോയിട്ട്, വിപണൻ എന്ന് പറഞ്ഞാൽ ജിഹ്വ എന്നാണ്. രസങ്ങളുടെ, അതിന് പ്രത്യേകം പറയുന്നുണ്ട്. ആപണം എന്ന് പറയും. ജിഹ്വയും പിന്നെ ആപണവും. ആപണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷണം, സംസാരിക്കുക എന്നുള്ളത്. ആ മുഖ്യമായിട്ടുള്ള ഇടത്ത്
ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ രണ്ടെണ്ണം. ഒന്ന് സംസാരത്തിൻ്റെ ലോകത്തിലേക്കും, മറ്റൊന്ന് പറയുന്നു ജിഹ്വയ്ക്ക് രസജ്ഞൻ എന്ന് പറഞ്ഞിട്ടുള്ളവനാണ് കൂടെ കൊണ്ടുപോയത്. വൈവിധ്യങ്ങളായിട്ടുള്ള ഒരുപാട് രസങ്ങളെ അനുഭവിച്ചു എന്ന് പറയാം. ടേസ്റ്റ്, പല പല ഭക്ഷണ പദാർത്ഥങ്ങളെ പല പല ലോകങ്ങളിലും. അപ്പോൾ വിപണനാണ് നമ്മളെങ്ങനെ കൊണ്ടുപോകുന്നത്. ഇടയ്ക്ക് കൊണ്ടുപോയി ആ ഹോട്ടലിൽ കയറി അവിടുന്ന് അത് കഴിച്ചു, പിന്നെ അപ്പുറത്തുനിന്ന് കപ്പലണ്ടി മേടിച്ചു, പിന്നെ ഇവിടുന്ന് ഇങ്ങനെ എങ്ങനെ എങ്ങനെ നമ്മളെ കൊണ്ടുപോവുകയാണ് ഓരോരോ സ്ഥലത്തേക്ക്. പിന്നെ രണ്ടുപേര് എന്താണ് ഈ കിഴക്കും വടക്കുമായിട്ടുള്ള രണ്ട് ദ്വാരങ്ങളിലൂടെ, അതൊന്ന് പിതൃഹു എന്ന് പറഞ്ഞ് വലതുഭാഗത്ത് പിതൃഹു, ഇടതുഭാഗത്ത് ദേവഹു. ഇങ്ങനെ പിതൃഹു ദേവഹു എന്ന് പറഞ്ഞ രണ്ട് ലോകങ്ങളിലേക്ക് ഗോപുരങ്ങളിലൂടെ പോയി. ശ്രുതധരനാണ് അവിടെ ഈ രണ്ട് കവാടത്തിൻ്റെ കാവൽക്കാരായിട്ട് ശ്രുതധരൻ കുറെ കാര്യങ്ങൾ കേൾപ്പിച്ചു കൊടുത്തു. എന്താ കേൾപ്പിച്ചു കൊടുത്തതെന്നാണെങ്കിൽ, പ്രവൃത്തി മാർഗത്തെയും നിവർത്തി മാർഗത്തെയും കുറിച്ച് ശ്രുതധരൻ എന്ന് പറഞ്ഞാൽ ശ്രുതിയെ ധരിപ്പിക്കുന്നവൻ നല്ല കുറേ വേദങ്ങൾ കേൾപ്പിച്ചു കൊടുത്തു. അതിന് മൂപ്പർക്ക് അത്ര താല്പര്യമില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. ശ്രുതധരൻ്റെ ലോകത്തിൽ നമുക്കും അതെ, ശ്രുതധരൻ പറയുന്ന ലോകത്തിൽ അത്ര വലിയ പിടുത്തം ഉണ്ടാവില്ല. പക്ഷെ മൂപ്പരുടെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റിയൊക്കെ വേറെ ഓരോ സ്ഥലങ്ങളിലായിരുന്നു എന്ന് പറയും. പിന്നെ പോയി പടിഞ്ഞാറുള്ള ലോകത്തിൽ, അതൊന്ന് ഗുദമാണ്, മലദ്വാരം. അതിൽ വൈശസം എന്ന് പറഞ്ഞ ദേശത്തിലേക്കാണെന്ന് പറയാം. ലുബ്ധകൻ എന്ന് പറഞ്ഞ സുഹൃത്താണ് കൊണ്ടുപോയത്. വൈശസം എന്ന് പറഞ്ഞ നാശത്തിൻ്റെ അതിൻ്റെ ഒരു ലോകമാണത് എന്ന് പറയാം. പിന്നെ ശിഷ്ണം എന്ന് പറയുന്ന പടിഞ്ഞാറുള്ള മറ്റൊരു ലോകം, അതെന്താണ്, ആസുരി എന്ന് പറയുന്ന ലോകത്തിലേക്കാണ്. അവിടെ ആസുരി എന്ന് പറയുകയും ഗ്രാമകം എന്നായിരുന്നു. ഗ്രാമകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമക എന്ന് പറഞ്ഞാൽ വേശ്യ എന്നാണ്. ഗ്രാമകം എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള വൃത്തികൾ, അതിൽ വ്യാപരിച്ചു എന്ന് പറയാം. അവിടെ പുരഞ്ജന് ഭയങ്കര താല്പര്യമായിരുന്നു എന്നാ പറയുന്നത്. ഈ 9 ദ്വാരങ്ങളിലൂടെ, കവാടങ്ങളിലൂടെ പുരഞ്ജനിയുടെ അനുഗ്രഹത്തോടുകൂടി ഈ കൊട്ടാരത്തിൽ കയറ് ഇറങ്ങ്, ഇതായിരുന്നു മൂപ്പരുടെ ഏറ്റവും വലിയ വിനോദം എന്ന് പറഞ്ഞത്. ഹേ പ്രാചീന ബർഹിഷസേ, ഇത് ജീവൻ വിഷയങ്ങളിൽ വ്യാപരിക്കുകയും ആ വിഷയവ്യാപാരങ്ങളെക്കുറിച്ചാകുന്നു. ഇങ്ങനെ വിഷയവ്യാപാരങ്ങളിൽപ്പെട്ട ജീവന്റെ, പുരഞ്ജനന്റെ കാലകന്യക എന്ന് പറയുന്നത് സാക്ഷാൽ കാലം തന്നെയാകുന്നു. ജരാനരകളാണ് ഈ ചണ്ഡവേഗന്റെ യുദ്ധമായിട്ടും ഒക്കെ. അപ്പോൾ ഇന്ദ്രിയങ്ങളുടെ ക്ഷയം തന്നെയായിരുന്നു യുദ്ധം. ഓരോന്ന് ശരിയാവുമ്പോൾ, നമ്മളൊക്കെ കേൾക്കാതെയാവുമ്പോൾ സ്ക്രൂ വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സുനാകൃതി വെച്ചിട്ടൊക്കെ നമ്മൾ ശബ്ദം ശരിയാക്കും. കണ്ണ് കാണാതെയാവുമ്പോൾ കണ്ണാടി വയ്ക്കും. ഇങ്ങനെയൊക്കെയുള്ളതാണ് യുദ്ധം വരുമ്പം നമ്മൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി ചെയ്യുന്നത്. അവസാനം ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനെ പോകുന്നു എന്നുള്ളത്. പിന്നെ അതിൽ ഹൃദയത്തെ അന്തഃപുരമായിട്ടും സ്വപ്നത്തെ നായാട്ടുമായിട്ടൊക്കെ പറഞ്ഞു. അതേസമയം അതിൽ രണ്ട് ഈ നിർവാക് പേശസ്കൃത്ത് എന്ന് പറഞ്ഞിട്ട് 4 അന്ധന്മാരുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഈ കൊട്ടാരത്തില്. ആരായിരുന്നു ഈ അന്ധന്മാരെന്നാണെങ്കിൽ 2 കാലുകളും 2 കൈകളുമാണ്. ഈ കൈകളും കാലുകൾക്കും എന്താണ്, അത് അന്ധന്മാരാണ് എന്ന് പറഞ്ഞാൽ അതിന് കണ്ണില്ല. ഇവർ പറയുന്നതിനനുസരിച്ച് അത് പ്രവർത്തിക്കും. ഇതാകുന്നു ബർഹിഷിസെ ഈ ഒരു തത്വചിന്ത എന്ന് കേട്ടപ്പം ഇദ്ദേഹത്തിന് കാര്യം ബോധ്യായി. ഓ അങ്ങനെയാണ്. അങ്ങനെ ഈ പ്രാചീന ബർഹിഷിസ് നാരദനിൽ നിന്ന് തത്വചിന്ത കേട്ട് ഈ മോക്ഷത്തെ, പരമമായ സത്യത്തെ അറിഞ്ഞു എന്ന് പറയാം. വളരെ ലളിതമായ ഒരു കഥയാണ്, നമ്മുടെ തന്നെ കഥ. നമ്മുടെ പുരഞ്ജനാകുന്ന ജീവൻ, ആ പുരഞ്ജനൻ പുരഞ്ജനിയോടൊത്ത്, മനോബുദ്ധിയോടൊത്ത് ഞാനെന്നും എൻ്റേതെന്നും പറഞ്ഞ് ഈ 9 ദ്വാരങ്ങളിലൂടെ, കവാടങ്ങളിലൂടെ അതത് വിഷയങ്ങൾക്കനുസരിച്ച് നമ്മൾ നടത്തുന്ന വ്യാപാരം. എന്നിട്ട് അവസാനം ഈ ചണ്ഡവേഗന്റെയും കാലകന്യകയുടെയും ഒക്കെ അതിദാരുണമായ പീഡനങ്ങളേറ്റ് ഈ ലോകം വിട്ടുപോകുന്നത്. അങ്ങനെ വിട്ടുപോകാനുള്ളതല്ല ജീവനെന്നും, ഇവിടെയൊക്കെ നമുക്ക്
ഈ ദ്വാരമുഖ്യന്മാരുടെ കൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ശരിയായ തിരിച്ചറിവുണ്ടാവണം എന്ന് പറഞ്ഞു കൊടുത്ത് ബർഹിഷ്യസിനത് ബോധ്യമാകുന്നതാണ്. വളരെ രസമായിട്ടുള്ള അല്ലെങ്കിൽ നല്ലൊരു ചിന്തയാണ് ഭാഗവതത്തിലത്. ഇതുപോലെ ഒന്നാണ് ചില കഥകളൊക്കെ നിങ്ങൾക്ക്